യേശുവിൻ്റെ വിളികേട്ട് യേശുവിൻ്റെ അരികിലേക്ക് വരുന്ന ഏവർക്കും ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 35 മുതൽ 42 വരെയുള്ള വാക്യങ്ങളാണ്. സ്നാപക യോഹന്നാൻ യേശുവിനെ ചൂണ്ടിക്കാണിച്ച് കൊടുക്കുകയും സ്നാപകന്റെ ശിഷ്യന്മാർ കർത്താവിനെ അനുഗമിക്കുകയും കർത്താവ് അവരോട് നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നുവെന്ന് ആരാഞ്ഞുകൊണ്ട് ക്രിസ്തുവിലേക്ക് ചേർത്തു വയ്ക്കുകയും ചെയ്യുന്നതാണ് സുവിശേഷം. യോഹന്നാൻ കർത്താവിന് കൊടുക്കുന്ന നാമം ദൈവത്തിൻ്റെ കുഞ്ഞാട് എന്നാണ്. അഥവാ കർത്താവിനെ തൻ്റെ ശിഷ്യന്മാർക്ക് ചൂണ്ടിക്കാണിച്ച് കൊടുത്തപ്പോൾ പറഞ്ഞതാണ് ഈ നാമം. അവർക്ക് അത് നേരത്തെ തന്നെ അറിയാമായിരുന്ന പോലെ അവർ അത് കേട്ട മാത്രയിൽ ക്രിസ്തുവിനെ അനുഗമിച്ചു. യോഹന്നാൻ പറഞ്ഞത് കേട്ട് ക്രിസ്തുവിനെ അനുഗമിച്ചത് അന്ത്രയോസാണ്. പിന്നീട് സുവിശേഷത്തിൽ നാം കാണും അന്ത്രയോസിൻ്റെ കൂടെ മറ്റൊരു ശിഷ്യനും ഉണ്ടായിരുന്നു എന്ന്. അത് ക്രിസ്തുവിൻ്റെ ശ്രേഷ്ഠ ശിഷ്യനായ യോഹന്നാനാണ് എന്ന് അഭിപ്രായപ്പെടുന്നവരുണ്ട്. പക്ഷേ വ്യക്തമല്ല. വെളിപ്പെടുത്തപ്പെടാത്ത ആ ശിഷ്യൻ്റെ സ്ഥാനത്ത് നമുക്ക് നമ്മെ തന്നെ ചിന്തിക്കാം. അന്ത്രയോസിൻ്റെ കൂടെയുള്ള ദൈവാനുഭവം പങ്കുവയ്ക്കുന്നതിന് ഞാൻ തന്നെയാണ് അവിടെ എന്ന് ചിന്തിക്കുന്ന അർത്ഥവത്തായ തലത്തിൽ ഈ ധ്യാനത്തെ നമുക്ക് രൂപപ്പെടുത്താം. അവർ ക്രിസ്തുവിൻ്റെ അരികെ വന്ന് അന്വേഷണ ഭാവത്തിൽ നിൽക്കുന്നത് കണ്ട് യേശു അവരോട് ചോദിച്ചു, നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? എന്നോടുകൂടിയാണ് കർത്താവ് ഈ ചോദ്യം ചോദിക്കുന്നത് എന്ന് സങ്കല്പിക്കുക. നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നു എന്ന് വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ക്രിസ്തു ആരാണ്? യഥാർത്ഥത്തിൽ അനുഭവമാകാതെ ക്രിസ്തുവിൻ്റെ സ്വന്തമാകാതെയാണ് നാം ക്രിസ്തുവിനെ അനുഗമിക്കുന്നതെങ്കിൽ ക്രിസ്തു നമ്മോടും ചോദിക്കുന്നത് ഇതുതന്നെയാകും. നിങ്ങൾ എന്ത് അന്വേഷിക്കുന്നു? അഥവാ എന്താണ് നിങ്ങൾക്ക് വേണ്ടത്? യഥാർത്ഥത്തിൽ നാം നമ്മോട് തന്നെ ചോദിക്കേണ്ട ചോദ്യമാണ് ഇത്. എന്താണ് നാം ക്രിസ്തുവിൽ അന്വേഷിക്കുന്നത്? ഒന്നാമതായി, എന്താണ് ക്രിസ്തുവിനെ കൊണ്ടുള്ള നമ്മുടെ ആവശ്യം? രണ്ടാമത്തെ ചോദ്യം, എന്താണ് ക്രിസ്തുവിന് എന്നെ കൊണ്ട് ആവശ്യം? അഥവാ ക്രിസ്തുവിൻ്റെ ആവശ്യമനുസരിച്ചാണോ ഞാൻ ക്രിസ്തുവിൻ്റെ അരികെ ക്രിസ്തുവിനായി ജീവിക്കുന്നത്? ഈ ചോദ്യങ്ങൾക്ക് നാം ഉത്തരം നൽകുമ്പോൾ നമുക്കറിയുവാൻ സാധിക്കും ഞാൻ ക്രിസ്തുവിൽ നിന്നും എത്ര അകലെയാണെന്ന്. റബ്ബി, അങ്ങ് എവിടെയാണ് വസിക്കുന്നത്? വസിക്കുന്നത് എന്ന വാക്യം യോഹന്നാന്റെ സുവിശേഷത്തിൽ വളരെ പ്രാധാന്യം അർഹിക്കുന്ന വാക്കാണ്. അതിൻ്റെ ഗ്രീക്ക് പദം മെനേയിൻ എന്നാണ്. ഈ ചോദ്യത്തിൻ്റെ ആധാരം എനിക്ക് എവിടെ ക്രിസ്തുവിനെ കണ്ടെത്തുവാൻ സാധിക്കും എന്നതാണ്. ക്രിസ്തു ഒരു സ്ഥലത്തിലേക്കോ ഭവനത്തിലേക്കോ ചുരുങ്ങുവാൻ സാധിക്കുന്ന സ്ഥലകാല പരിമിതിയിൽ ഉള്ള ആളല്ല. അതാണ് കർത്താവ് നസറത്തെന്നോ കഫർനാമെന്നോ പറയാതെ വന്നു കാണുവിൻ എന്ന് പറഞ്ഞത്. കർത്താവ് പിന്നീട് പറയും, പിതാവെന്നിലും ഞാൻ പിതാവിലുമാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നില്ലേ? ഇല്ലെങ്കിൽ എൻ്റെ പ്രവൃത്തികൾ കണ്ട് വിശ്വസിക്കുവിൻ എന്ന്. യേശു ഫിലിപ്പോസിനോട് പറഞ്ഞു, എന്നെ കാണുന്നവൻ എൻ്റെ പിതാവിനെ കാണുന്നു എന്ന്. വന്ന് കാണുവിൻ എന്ന് ക്രിസ്തു പറഞ്ഞതിൻ്റെ പൊരുൾ ഇതാണ്. സാമുവേൽ കിടക്കുന്ന ദേവാലയത്തിൽ വന്ന് സാമുവേലിനെ വിളിക്കുന്ന ദൈവം പറഞ്ഞത്, നീ എവിടെയാണെങ്കിലും നിന്നെ ഞാൻ കാണുന്നു എന്നാണ്. പൗലോസ്ലീഹ അതിനാൽ പറയും, നിങ്ങളുടെ ശരീരങ്ങൾ ദൈവത്തിൻ്റെ ആലയങ്ങളാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന്. ഒരർത്ഥത്തിൽ പൗലോസ്ലീഹ പറയുന്നത്, നിന്നിൽ വസിക്കുന്ന ഒരു ദൈവത്തെ നീ ഇനിയും എവിടെയാണ് അന്വേഷിക്കുന്നത് എന്നാണ്. പ്രിയമുള്ളവരെ, ക്രിസ്തു വസിക്കുന്നിടത്ത് നമുക്കായിരിക്കാം. നമ്മുടെ കൂടെ വസിക്കുന്ന ക്രിസ്തുവിനെ നമുക്ക് ബോധ്യപ്പെടാം. ക്രിസ്തു അനുഭവമുള്ളവരായി നമുക്ക് രൂപാന്തരപ്പെടാം. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. ആമേൻ. നസ്രായനാണെന്റെ സ്നേഹിതൻ, പാവന സ്നേഹത്തിൻ നായകൻ. നസ്രായനാണെന്റെ സ്നേഹിതൻ, പാവന സ്നേഹത്തിൻ നായകൻ.
ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തവൻ, എൻ മനോഭാരങ്ങൾ തോളിൽ വഹിച്ചവൻ, നിൻ കൃപ മതിയെന്നും നസ്രായനേ. നസ്രായനേ, എൻ്റെ നസ്രായനേ, ശുദ്ധീകരിക്കെന്നെ നസ്രായനേ. നസ്രായനേ, എൻ്റെ നസ്രായനേ, ശുദ്ധീകരിക്കെന്നെ നസ്രായനേ. ഈ ലോകമോഹങ്ങൾ എന്നിൽ വീണിടുമ്പോൾ അലിവു നീയേകണേ നസ്രായനേ. ഈ ലോകമോഹങ്ങൾ എന്നിൽ വീണിടുമ്പോൾ അലിവു നീയേകണേ നസ്രായനേ. പത്രോസിൻ പടകിൽ വന്നണഞ്ഞതുപോൽ, കാനായിൽ വിരുന്നിൽ വിഞ്ഞായതുപോൽ, മോരിയ മലയിൽ നിറഞ്ഞു നിന്നപ്പോൾ, മരുഭൂമിയിൽ മന്നദാനം നൽകിയപ്പോൾ, എന്നാകുലത്തിൽ എൻ വേദനയിൽ അത്താണിയാകുമൻ നസ്രായനേ. എന്നാകുലത്തിൽ എൻ വേദനയിൽ അത്താണിയാകുമൻ നസ്രായനേ. നസ്രായനേ, എൻ്റെ നസ്രായനേ, ശുദ്ധീകരിക്കെന്നെ നസ്രായനേ. നസ്രായനേ, എൻ്റെ നസ്രായനേ, ശുദ്ധീകരിക്കെന്നെ നസ്രായനേ. ഈ ലോകമോഹങ്ങൾ എന്നിൽ വീണിടുമ്പോൾ അലിവു നീയേകണേ നസ്രായനേ. ഈ ലോകമോഹങ്ങൾ എന്നിൽ വീണിടുമ്പോൾ അലിവു നീയേകണേ നസ്രായനേ. ഏലിയാവിനന്നം നൽകിയപ്പോൾ, തീച്ചുള നടുവിൽ താങ്ങായിടുന്നപ്പോൾ, അഗ്നിയായ യാബോക്കിൽ ഇറങ്ങി വന്നതുപോൽ, മാറയെ മധുരമായി തീർത്തു തന്നതുപോൽ, എൻ മാറവ്യാധിയിൽ ഞാൻ വലഞ്ഞിടുമ്പോൾ അത്യുന്നതാ നിന്നിൽ ചേർന്നിടുന്നേ. എൻ മാറവ്യാധിയിൽ ഞാൻ വലഞ്ഞിടുമ്പോൾ അത്യുന്നതാ നിന്നിൽ ചേർന്നിടുന്നേ. നസ്രായനാണെൻ്റെ സ്നേഹിതൻ, പാവന സ്നേഹത്തിൻ നായകൻ. നസ്രായനാണെൻ്റെ സ്നേഹിതൻ, പാവന സ്നേഹത്തിൻ നായകൻ.
ചങ്കിലെ ചോരയാൽ എന്നെ വീണ്ടെടുത്തവൻ, എൻ മനോഭാരങ്ങൾ തോളിൽ വഹിച്ചവൻ, നിൻ കൃപ മതിയെന്നും നസ്രായനേ. നസ്രായനേ, എൻ്റെ നസ്രായനേ, ശുദ്ധീകരിക്കെന്നെ നസ്രായനേ. നസ്രായനേ, എൻ്റെ നസ്രായനേ, ശുദ്ധീകരിക്കെന്നെ നസ്രായനേ. ഈ ലോകമോഹങ്ങൾ എന്നിൽ വീണിടുമ്പോൾ അലിവു നീയേകണേ നസ്രായനേ. ഈ ലോകമോഹങ്ങൾ എന്നിൽ വീണിടുമ്പോൾ അലിവു നീയേകണേ നസ്രായനേ.